നമ്മുടെ കൊച്ചിയിൽ ആദ്യമായി വെറും 100 രൂപക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ 360 സൂപ്പർ റിയാലിറ്റി എക്സ്പോ. ഇതൊരു മായാലോകം തന്നെയാണ്. ലേറ്റസ്റ്റ് VR ടെക്നോളജിയും AI സാങ്കേതികവിദ്യയും സമന്വയിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു വിർച്വൽ റിയാലിറ്റി എക്സ്പോ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ആരെയും അമ്പരപ്പിക്കുന്ന അതിമനോഹരമായ ദൃശ്യഭംഗിയാണ് ഇവർ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇതിന്റെ കൂടെ ഫ്യൂച്ചർ ടെക്നോളജി ആയിട്ടുള്ള ഹ്യൂമൻ റോബോട്ടിനെയും റോബോട്ടിക് സാങ്കേതികവിദ്യയൊക്കെ നേരിട്ട് പരിചയപ്പെടാൻ പറ്റിയൊരു അവസരമാണിത്. തീർന്നില്ല, മൂവിംഗ് ആയിട്ടുള്ള ഡിനോസറുകളുടെ ഒരു മിനി പാർക്ക് തന്നെ ഇവരോട് സജ്ജമാക്കിയിട്ടുണ്ട്. എല്ലാത്തിനും കൂടി ജസ്റ്റ് 100 റുപ്പീസേ വരുന്നുള്ളൂ. ഫോട്ടോ കൊച്ചി മറൈൻ ഡ്രൈവിലുള്ള ഡോം തിയേറ്റർ. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോഴേക്കും ഞങ്ങളും പോയി ഈ ഡോം തിയേറ്ററിലേക്ക്. അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട്. 100 രൂപയ്ക്ക് നല്ലപോലെ നമുക്ക് കാണാനുള്ള സംഭവങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെ ചലിക്കുന്ന ഡൈനോസറുകളാണ്. നല്ല കൂറ്റൻ സംഭവങ്ങളാണ്. ശരിക്കും വലിപ്പമുള്ള ഡൈനോസറുകളില്ലേ, അതേ വലിപ്പത്തിലായിരുന്നു ഈ ഡൈനോസറുകളൊക്കെ. ശബ്ദമൊക്കെ ഉണ്ടായിരുന്നു ഡൈനോസറുകൾക്ക്. നല്ല എഫക്റ്റീവായിരുന്നു, നല്ല ഭംഗിയായിരുന്നു. പിള്ളേർക്കൊക്കെ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കൊച്ചു പിള്ളേർക്ക് കുറച്ച് പേടിയാണ്. ഇത്തിരി വലിയ ജീവിനെ പോലെയാണല്ലോ ഇരിക്കുന്നത്. എന്നിട്ട് ഈ ഒച്ചയും അലർന്ന ഒച്ചയും കൊച്ചു പിള്ളേരൊക്കെ കരയുന്നൊക്കെയാണ്. പക്ഷെ ഒരു നല്ല മുതിർന്ന കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. അടിപൊളിയായിരുന്നു. കുറേ ഡൈനോസറുകളും പിന്നെ മുള്ളുള്ള ഡൈനോസറുകളും മുട്ടയിൽ നിന്ന് വിരിയുന്ന ഡൈനോസറുകളും അങ്ങനെ കുറേ കളക്ഷൻസ് ഉണ്ട്. വലിയ പരുന്തെന്ന് വെച്ചാൽ ഈ ഡൈനോസറിന്റെ പോലെ തന്നെ എമ്മണ്ട പരുന്തായിരുന്നു. ആ പരുന്തിന്റെ തല ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുമായിരുന്നു. പിന്നെ പലതരം പക്ഷികളും അവരുടെ സ്റ്റഫ് വെച്ചുണ്ടാക്കുന്നത്, തുണിയും തൂവലൊക്കെ കൊണ്ടുണ്ടാക്കിയ തരം കുറേ ബേർഡ്സുകളുടെയൊക്കെ പെൻഗ്വിൻ, ബേൺസ് അങ്ങനെയുള്ള അതിൻ്റെയൊക്കെ കളക്ഷൻസുകളാണ്. അടിപൊളിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. പിന്നെ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട് കഴിഞ്ഞത് റോബോട്ടായിരുന്നു. ഇത് ഡോഗിൻ്റെ റോബോട്ട്. പിള്ളേർ ആദ്യം പേടിയാണ്. അത് സെൻസർ ചെയ്യണം. അതിൻ്റെ ഫ്രണ്ടിലുള്ള ലൈറ്റിൻ്റെ ആ ഭാഗത്ത് ഞാനും ഹൃദയൊക്കെ അത് കണ്ടിട്ട് പേടിയായിരുന്നു. ഇതിനെ കണ്ട് ആ കൈ കൊണ്ട് സെൻസർ ചെയ്യുമ്പോൾ നമുക്ക് ഷെയ്ക്കാൻഡ് തരും. അത് നല്ല രസമായിരുന്നു കാണാനായിട്ട്. ഇഷ്ടംമാതിരി പിള്ളേർക്കൊക്കെ അത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പിള്ളേരെല്ലാം അത് നോക്കി ഇരിപ്പുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അടുത്ത് ഫ്രണ്ടിൽ നിൽക്കുമ്പോഴേ അത് നമുക്ക് മാറിപ്പോകാൻ അറിയില്ല. എന്നാൽ സെൻസർ വർക്ക് ചെയ്യുമ്പോഴാണ് അത് നമുക്ക് കൈ തരുമോ ഹാൻഡ് തരും. പിന്നെ അവർ റിമോട്ട് കൺട്രോൾ ഉണ്ടായിരുന്നു ഈ ഡോഗ്സിന്. റിമോട്ട് കൺട്രോൾ കൊണ്ടാണ് ഡോഗ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോണതും എടുക്കുന്നത്. പിന്നെ കൈ കാണിക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് കൈയൊക്കെ തരും. അടിപൊളിയായിരുന്നു. ഇതെനിക്കിഷ്ടപ്പെട്ടായിരുന്നു. നല്ല ഒരു സംഭവം തന്നെയായിരുന്നു. ഇഷ്ടംപോലെ പിള്ളേരായിരുന്നു ഇതിൻ്റെ അടുത്ത് നിന്നിരുന്നത്. ധാരാളം നല്ല ഭംഗിയായിരുന്നു പിള്ളേർ. പിന്നെ ഈ റോബോട്ട് ഒരു മിനി റോബോട്ടാണ്. ഇനി ഭാവിയിലേക്ക് ഇതുപോലത്തെ റോബോട്ടുകളൊക്കെ ഉണ്ടാവും. ഇത് നമ്മൾ ഫ്രണ്ടിൽ ചെന്ന് കൈ പൊക്കി കാണിക്കും. പിന്നെ അതുപോലെ നമ്മൾ കൈ കൊടുത്തു കഴിഞ്ഞാലേക്കും നമുക്ക് കൈയൊക്കെ തരും. അങ്ങനത്തെ ഷെയ്ക്കാൻഡൊക്കെ തരും. അങ്ങനത്തെ റോബോട്ടായിരുന്നു. നല്ല രസമായിരുന്നു. എന്നാലും മറ്റേ ഇതിനേക്ക് അപേക്ഷിച്ചത് കുറച്ചും കൂടി ഫ്രണ്ട്ലി ആയിരുന്നു. ഇതായിരുന്നു സൂപ്പർ സംഭവം. നമ്മൾ ഒരു ഇഗ്ലു പോലെയാണ് അതിൻ്റെ ഉള്ളിലിരിക്കുന്നത്. ഫുൾ AC ആണ്. 360 ഡിഗ്രി റൊട്ടേഷനാണ് ഇത് ഫുള്ളും കാണുന്നത്. നമ്മൾ കയറി ക്യൂവിലായിട്ട് വരിയായിട്ട് നിർത്തും. അന്നേരമാണ് ഇങ്ങനത്തെ ആദ്യം ചെറിയ എഫക്ട്സുകളാണ് കാണിച്ചിരുന്നത്. ഹാർട്ടിൻ്റെയൊക്കെ ഈ പൊക്കത്തൊരു ഇതുണ്ട്. അതിൽ കൂടെയാണ് ഇത് ലൈറ്റൊക്കെ വർക്ക് ചെയ്യുന്നത്. ഫുൾ 360 ഡിഗ്രി നമുക്കിങ്ങനെ കറങ്ങി കാണാൻ കഴിയുന്നത്. ഈ സംഭവത്തിൽ കൂടിയാണ് അവർ ആ ലൈറ്റും ഇതിൻ്റെ ഇതൊക്കെ വീഡിയോ ഒക്കെ ഇടുന്നത്. ആദ്യം ഞങ്ങൾ ഒരു അലാവുദ്ദീനും അത്ഭുതങ്ങളൊക്കെ ഇല്ലേ, അതിലെ സംഭവമാണ് കണ്ടിരുന്നത്. അത് സൂപ്പറായിരുന്നു. അപ്പോഴേക്കും നിങ്ങൾ കണ്ടിട്ട് വരും.
ആര്യയുടെയും ഹിതയുടെയും കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് അതിൻ്റെ ഉള്ളിൽ തന്നെ നിന്ന് ഞങ്ങൾ തിരിച്ചു പോന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.